പുതിയ വീഡിയോ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇനി നിങ്ങളുമായി പങ്കുവെക്കുന്ന അപ്ഡേറ്റ്, ഇപ്പോൾ കഴിഞ്ഞ സ്മാക്ഡൗൺ എപ്പിസോഡിൻ്റെ മെയിൻ ഇവൻറ്റിലെ കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റിൽ നമുക്ക് എന്താണ് കാണാൻ സാധിച്ചത് എന്നുള്ളതിനെ സംബന്ധിച്ചാണ്. കോൺട്രാക്റ്റ് സൈനിങ് സെഗ്മെൻറ്റായിട്ട് നടന്നിട്ടുണ്ടായിരുന്നത് സമ്മർസ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിൻ്റെ മെയിൻ ഇവൻ്റായിട്ട് നടക്കാൻ പോകുന്ന അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പിൻ്റെ കോൺട്രാക്റ്റ് സൈനിങ് ആയിരുന്നു. ചലഞ്ചറായ കോഡി റോഡ്സും ചാമ്പ്യനായ ജോൺസണെയും കോൺട്രാക്റ്റ് സൈൻ ചെയ്യുന്ന ഒരു സെഗ്മെൻ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത്. ഈ ഒരു സെഗ്മെൻറ്റിനെ ഹോസ്റ്റ് ചെയ്തത് റോ ജനറൽ മാനേജറായ ആദം പിയേഴ്സ് ആയിരുന്നു. ആദ്യം അമേരിക്കൻ നൈറ്റ്മെയറായ കോഡി റോഡ്സ് ചലഞ്ചർ റിങ്ങിലേക്ക് വരുന്നു. അദ്ദേഹത്തിൻ്റെ ഈ കടന്നുവരവിനെ സംബന്ധിച്ച് കോഡി റോഡ്സ് സംസാരിക്കുന്നുണ്ട്. അദ്ദേഹം വന്ന് പരാജയപ്പെടുത്തിയ ആളുകളെ സംബന്ധിച്ച് സംസാരിക്കുന്നുണ്ട്. അവിടെ ജോൺസണെക്കെതിരെ മാത്രമാണ് അദ്ദേഹത്തിന് അടി തെറ്റിയത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഇപ്രാവശ്യം തനിക്കത് ആവർത്തിക്കേണ്ടി വരില്ല എന്നും താൻ ജോൺസണയെ പരാജയപ്പെടുത്തുമെന്ന് പറയുന്നു. പിന്നീട് ജോൺസണയുടെ എൻട്രി അങ്ങോട്ടേക്ക്. ജോൺസണ വന്ന പാടെ തന്നെ അദ്ദേഹം ആ ഒരു ചെയറിൽ കയറിയിരിക്കുന്നു. എന്നിട്ട് പറയുന്നുണ്ട്, കാണികളോട് എനിക്കൊരു ബാഡ് ന്യൂസ് പങ്കുവെക്കാനുണ്ട്. അപ്പോൾ ആ ഒരു ബാഡ് ന്യൂസ് മറ്റൊന്നുമായിരുന്നില്ല, സമ്മർ സ്ലാമിൽ ജോൺസണ മത്സരിക്കുന്നില്ല എന്നുള്ളതാണ് ജോൺസണ പങ്കുവെച്ചത്. കാരണം അദ്ദേഹത്തിന് സിനിമ ഷൂട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഫിസിക്കലായിട്ടുള്ള വലിയൊരു പ്രശ്നങ്ങൾ ഉണ്ടായാൽ അത് നെറ്റ്ഫ്ലിക്സിൻ്റെ ഒരു സിനിമയായതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായേക്കും. അതുകൊണ്ട് തന്നെ തനിക്ക് സമ്മർ സ്ലാമിൽ മത്സരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് ജോൺസണ വെളിപ്പെടുത്തുകയുണ്ടായി. അപ്പോൾ ആ ഒരു വെളിപ്പെടുത്തൽ വന്ന ഉടനെ തന്നെ കോഡി റോഡ്സിൻ്റെ മുഖം മാറുന്നുണ്ട്. കോഡി റോഡ്സിൻ്റെ മുഖത്ത് സങ്കടവും ദേഷ്യവും വരുന്നുണ്ട്. അപ്പോൾ എല്ലാവരും ക്ഷമിക്കണം, കോഡി റോഡ്സിന് റീമാച്ച് എന്തായാലും കൊടുക്കും. അത് പാരീസിൽ വെച്ചിട്ടുള്ള ഷോയിലോ അല്ലെങ്കിൽ ഓസ്ട്രേലിയയിൽ വെച്ചിട്ടുള്ള ഷോയിലോ നമുക്ക് ചെയ്യാമെന്നുള്ളത് പറഞ്ഞ് ജോൺസണ ടൈറ്റിൽ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ദേഷ്യത്തോടു കൂടി പോകുന്ന ജോൺസണയെ പിറകിലൂടെ പോയി ആക്രമിക്കുന്ന കോഡിയുടെ ഭാഗത്ത് നിന്നുള്ള സെഗ്മെൻറ്റുകളാണ് പിന്നീട് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചത്. പിന്നീട് ജോൺസണയെ റിങ്ങിലേക്ക് കൊണ്ടുവരുന്നു. കോഡി റോഡ്സ് പിന്നീട് ആ ഒരു ടൈറ്റിൽ ഉപയോഗിച്ച് ജോൺസണയെ ആക്രമിക്കുന്നു. എന്നിട്ട് ആ ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് ജോൺസണയെ കിടത്തിക്കൊണ്ട് അദ്ദേഹം ആ ഒരു സ്പ്ലാഷ് എന്ന് പറയുന്ന മൂവ് ആ ടേൺ ബക്കിളിൻ്റെ മുകളിൽ നിന്ന് ചെയ്യുന്നതുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അങ്ങനെ ഒരു എൻഡിങ്, ആ ഒരു എൻഡിങ്ങിൻ്റെ അവസാന ഭാഗത്ത് ജോൺസണയെ കൊണ്ട് ആ ഒരു കോൺട്രാക്റ്റിൽ കോഡി റോഡ്സ് സൈൻ ചെയ്യിപ്പിക്കുന്നുണ്ട്. എന്നിട്ട് സമ്മർ സ്ലാമിൽ നടക്കാൻ പോകുന്ന മത്സരം അത് വെറുമൊരു മത്സരം ആയിരിക്കില്ല, ഒരു സ്ട്രീറ്റ് ഫൈറ്റ് മത്സരമായിരിക്കും എന്നുള്ളതും കോഡി റോഡ്സ് സ്ഥിരീകരിക്കുന്നുണ്ട്. അപ്പോൾ സമ്മർ സ്ലാമിലെ അൺഡിസ്പ്യൂട്ടഡ് WWE ചാമ്പ്യൻഷിപ്പ് മത്സരം ഒരു നോ ഡിസ്ക്വാളിഫിക്കേഷന് സമാനമായിട്ടുള്ള ഒരു മത്സരമായിട്ടാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ അതിഗംഭീരമായിട്ടുള്ള ഒരു എൻഡിങ് സമ്മർ സ്ലാം പ്രീമിയം ലൈവ് ഇവൻറ്റിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ വീഡിയോ സംബന്ധിച്ചുള്ള നിങ്ങളുടെ പ്രതികരണങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.